ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാനിതേ നമ്മൾ ബയോഗ്യാസിലാണ് കത്തിക്കുന്നത്. 2 ദിവസമായിട്ട് എന്താ അറിയില്ല, ഇങ്ങനെ ടക്കെ ടക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിയിട്ടൊക്കെയാണ് കത്തുന്നത് കേട്ടോ. ഒന്ന് വിളിക്കണം സംബന്ധിച്ച് ഫോൺ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്പറൊന്നും ഇല്ല. പിന്നെ വിളിക്കാമെന്ന് വെച്ചിങ്ങനെ വിട്ടുപോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു എയറല്ല വെള്ളം പോലെ കിടക്കുന്നു. കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് കുറച്ച് ദിവസം ഇങ്ങനെ കത്തിക്കാതെയും അതുപോലെ ഒന്നും വേസ്റ്റ് ഒന്നും ഇടാതെയൊക്കെ ഇരുന്നില്ലേ. അപ്പോൾ ഒന്ന് പൊക്കി കൊടുത്തെങ്കിൽ സെറ്റാവെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആക്കിയപ്പോൾ റെഡി ആയിട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അപ്പക്കുട്ടൻ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ വരാം കേട്ടോ. അപ്പം എണീറ്റപ്പോൾ തന്നെ ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ സെറ്റാണ്. പാല് തിളപ്പിച്ച് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പാലാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ പാലൊക്കെ തിളപ്പിച്ച് കൊടുത്ത് ആളത് കുടിക്കും. ഞാനറിയാത്ത സഞ്ചി അപ്പൂന് അപ്പോൾ വയറിലേതാ അറിയാത്തൊരു സഞ്ചി കണ്ണിന് ആ ബ്രഷ് എവിടെ വെച്ചെന്ന് അറിയാമോ? ആ സോഫയിൽ അങ്ങനെ നോക്കി നോക്ക്. പല്ല തേപ്പിക്കുക. ജിമ്പ് എണീക്കുമ്പോ അപ്പൊ പറയാം ജിമ്പ് ചേച്ചി ഞാനൊക്കെ പല്ല് തേച്ചു, നീ പല്ല് തേക്കുന്നുണ്ടോ? അപ്പൊ ജിമ്പ് വേണം. അങ്ങോട്ട് നോക്കി അങ്ങോട്ട് കണ്ണന്റെ ബ്രഷ് ഇല്ലേ, കണ്ണനൊക്കെ എണീച്ചിട്ട് നീ ബ്രഷ് ചെയ്യുമ്പോ പറയും അപ്പൂന്റെ ഒക്കെ പല്ലിച്ച് രാവിലെ എണീക്കണത് ഇങ്ങനെ രാവിലെ എണീക്കണേ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് രാവിലെ എണീക്കണേ. അതല്ല രാവിലെ ഇങ്ങനെ നേരത്തെ എണീക്കണം. എല്ലാവരും കിടന്നുറങ്ങില്ലേ, നീ എണീക്കണേ കാര്യമായിട്ട് കഴിച്ചു പല്ല് കഴിക്കാൻ കർമാതോ അങ്ങനെയല്ല എണീക്കാൻ നേരത്തെ. എന്നിട്ട് പിന്നെ ഇപ്പം ഇതിന് ഉറക്കം വരണേ എന്താ മറിഞ്ഞു വീണെന്ന്. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇത്രയും ക്യൂട്ടായിട്ട് കരയുന്ന വല്ല കുട്ടികൾ? എൻ്റെ പൊന്നോ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുക ജിമ്പ് ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞാവുന്ന സമയത്ത് എപ്പോഴും പല്ല് തേക്കുമ്പോഴൊക്കെ പക്ഷേ കുളിക്കുമ്പോൾ കരയായിരുന്നില്ല, പല്ല് തേക്കുമ്പോൾ എപ്പോഴും കരയായിരുന്നു. പല്ല് തേക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ എണീറ്റ് കഴിഞ്ഞാൽ നൈസായിട്ട് വേഗം പല്ലൊക്കെ തേക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് എനിക്ക് അപ്പോലും. എന്താവുമെന്ന് അറിയില്ല. പക്ഷെ കണ്ണൻ ഇപ്പോഴേ ബ്രഷ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ വലുതാകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതായത് ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് കരയും, പക്ഷെ വലുതാകുമ്പോൾ നല്ല കുട്ടിയായിട്ട് ബ്രഷ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചെറുപ്പത്തിലും കരഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്പൂസിനെ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു. മൂത്രം ഒഴിക്കാൻ പോകാനൊക്കെ ഭയങ്കര മടിയാണ് എല്ലാത്തിനും. അപ്പോൾ അതിനൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ സെറ്റാണ് കേട്ടോ. ചിലപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഉമ്മയൊക്കെ തരും. പക്ഷെ അതൊക്കെ രസമല്ലേ, എൻജോയ്മെൻറ്റ് ചില സമയത്ത് മാത്രം. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ഭയങ്കര മൂടിയാണ്. കാരണം രാവിലെ തന്നെ കണ്ടില്ലേ ഒരു ഫസ്റ്റ് സീനിലൊരു കപ്പൊക്കെ ആയിട്ട് വന്നത് പീരിയഡ്സാണ് ഗൈസ്. നല്ല വയറുവേദനയുടെ ഒരു ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ചെറുതായിട്ടൊരു പെയിനൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു സുഖമില്ല, അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ രാവിലെ വിനിച്ചേട്ടൻ വരുന്ന സീനാണ് കേട്ടത്. വിനിച്ചേട്ടൻ ഇപ്പോൾ രാത്രി ഒന്നുമില്ല ഗൈസ്, വൈകുന്നേരം ഒന്നുമില്ല. ആൾ നല്ല തിരക്കിലാണ്. നമുക്ക് വീട്ടിൽ സിസ്റ്റം വീണ്ടും കൊടുന്ന് വെക്കണോ എന്ന് ഡൗട്ടുണ്ട്. കാരണം അത്രമാത്രം നമുക്കൊന്നും കിട്ടുന്നില്ല വിനിച്ചേട്ടന്. അപ്പോൾ ഇത് തലേ ദിവസം ഓർഡർ കൊടുത്തിരുന്നു. അജ്ഫാൻ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. കൂത്താങ്കീരിയോ ഓക്കെ
ന്യൂസ് പേപ്പർ റീഡിങ് ആക്ച്വലി വീട്ടിൽ പോയ സമയത്തൊക്കെ നിർത്തിയതായിരുന്നു. കാരണം അവിടെ ന്യൂസ് പേപ്പറൊന്നും വാങ്ങിക്കില്ല. അപ്പം ഇവിടെ വന്ന സമയത്ത് ന്യൂസ് പേപ്പർ റീഡിങ് ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. റീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്കൊരു എക്സാം ഉണ്ട് നെക്സ്റ്റ് മന്ത് ഡിഗ്രിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വായിക്കാനൊക്കെ ഉണ്ട്. രാത്രി ഇനി ഒരു മണിക്കൂർ അതിന് വേണ്ടി സമയം കണ്ടെത്തണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുണ്ട്. സാമ്പാറിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ കളർ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നോക്കിയേ, എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഗൈസ്, ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മറന്നു പോയതാണ് കേട്ടോ. കുറേ കഷ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ആൻഡ് ഈ ഒരു പൂവ് പേരറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ കൂടെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പൂവാണ് ഇട്ടത്. അതാ നല്ല രസമാട്ടോ ഈ പൂവ് കാണാൻ. അല്ല കണ്ട, പൂ പൊട്ടിക്കില്ല പാവം പൂ പിണങ്ങ് പൂന് സങ്കടമാവും. ബെനിച്ചേട്ടൻ രാവിലെ തന്നെ ഷൂട്ടിന് പോവുകയാണ്. അതിൻ്റെതായിട്ടുള്ള സുന്ദരക്കുട്ടപ്പനൊക്കെ ആയിട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ടല്ലേ, കുറേ നാളായി ബെനിച്ചേട്ടനെ ഈ ഒരു ലുക്കിൽ കണ്ടിട്ട്. അപ്പോൾ ബെനിച്ചേട്ടൻ ബൈ ബൈ ഒക്കെ പറയുകയാണ്. കണ്ണനിപ്പോൾ നന്നായിട്ട് ബൈ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വലിയ ചിക്കനായി കുഞ്ഞുമണി. ഇപ്പൊ വൈകുന്നേരത്തേക്ക് മഴ മാറിയിട്ട്, വൈകുന്നേരം മഴ ഉണ്ട്, പകല് രാവിലെ തൊട്ട് ഉച്ചവരെയും മഴയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഓൾറെഡി അവർ ദോശയും സാമ്പാറാണ് കഴിച്ചത്, അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറാണ് കഴിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് വിശന്നപ്പോഴും ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിയുമ്പോൾ മഴ കണ്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഗൈസ്, എനിക്കൊരു മൂഡില്ല. പക്ഷേ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുന്നൊക്കെ ഉണ്ട്. വെള്ളം നന്നായി കുടിക്കുന്നുണ്ട്, വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. കാരണം ഒരു 3 ലിറ്റർ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം കുടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ അറിയില്ല, ഒരു സുഖമില്ല. എനിക്ക് തോന്നുന്നു പീരീഡ്സ് സംബന്ധമായിട്ടാണോ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വിനിച്ചേട്ടനും എപ്പോഴൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടൊരു മൈൻഡ് ആക്ച്വലി ഒരു സുഖമില്ല ആക്ച്വലി. പക്ഷേ എങ്കിലും ഉണ്ടാക്കിയെടുക്കണം അല്ലേ? മൈൻഡ് നമ്മൾ സുഖമാക്കിയിട്ടില്ലെങ്കിൽ ഒരു സെറ്റ് ആവില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഷീബേച്ചി കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കബോർഡ്സ്, എവറിത്തിങ്. മേലെ റൂം ഫുള്ള് സെറ്റ് ചെയ്തിരുന്നു, താഴത്തെ റൂം ഫുള്ള് സെറ്റ് ചെയ്തിരുന്നു. ഇനി അമ്മയുടെ റൂമൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു റൂമുണ്ട് നമുക്ക് മേലെ, ഫുള്ള് ഡംപ് ചെയ്തിരിക്കുന്ന റൂം. അപ്പോൾ അതെനിക്കൊന്ന് സെറ്റാക്കാനുണ്ട്. കാരണം ജിംബുവിനൊക്കെ ഒരു റൂം സെറ്റായി കൊടുക്കണം. അപ്പോൾ ആ റൂം ഞാൻ ക്ലീനിങ്ങിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഉച്ചത്തെ നമ്മൾ ലഞ്ച് ചോറും സാമ്പാറും പപ്പായ ഗ്രേറ്റ് ചെയ്ത് തോരനും ഒരു മുട്ടയായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ഫില്ലിങ്ങാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ കൂടെ ഒരു സാലഡ്സ് എന്തെങ്കിലും വേണം, അതായത് കുക്കുംബർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മാംഗോസ് കഴിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് കൊടുന്നത് ലാസ്റ്റ് മാംഗോസാണ്. വീട്ടിൽ നിന്ന് കൊടുന്നത് വാങ്ങിയാണ് എന്നിട്ടത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഇത് കണ്ണപ്പൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എടുത്ത് കുറച്ച് നേരം നടക്കുകയാണ്. അപ്പോൾ ഇത് ഉച്ചത്തെ നേരത്തെ കണ്ടില്ലേ അപ്പൂസൻ ഇഡ്ഡലി കഴിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ണന് അപ്പൂൻ്റെ പ്ലേറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പൂന് ഭയങ്കര അറപ്പാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാനൊക്കെ ആയിട്ട്. കണ്ണനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണന് ജിംബുവാണ് എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ ജിംബു എന്ത് കിട്ടുമ്പോഴും ജിംബുവിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ എന്ന് പറയാറ് കേട്ടോ. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അപ്പു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഭയങ്കര പ്രീതിപ്പെടും. അങ്ങനെയാണ് കേട്ടോ. ഗൈസ്, പിന്നെ ഇതുണ്ടല്ലോ, കണ്ണൻ അല്ലെങ്കിൽ വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം കഴിക്കും. പക്ഷേ ഇന്നലെ എന്താണെന്നറിയില്ല, ഞാൻ എടുത്ത ആ ഇഡ്ഡലി ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുന്നേ ഫുഡ് കൊടുത്ത് ഞാൻ വയ്യതായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വൈമോളിൽ പോകാനായിട്ട്. ആൻഡ് ഞാൻ മിനിങ്ങാന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ വൈബയുടെ സ്ട്രോക്ക് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മോയ്സ്ചറൈസറല്ല, സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് എൻ വൈബയുടെ സ്ട്രോക്ക് ക്രീമാണ്. ഗൈസ്, അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു എഫക്റ്റ് തോന്നി എനിക്ക് കേട്ടോ. ഞാൻ പക്ഷേ ഒരു 1 മന്ത് ബാക്ക് ഞാൻ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. എൻ്റെ വ്ളോഗിൽ കണ്ടോന്നും അറിയില്ല. പക്ഷെ അതെനിക്ക്
ഒട്ടും സ്യൂട്ടായിരുന്നില്ല എൻ്റെ സ്കിന്നിന്. കാരണം അതിട്ട് എനിക്ക് ഭയങ്കര കരിവാളിപ്പ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ NYPയുടെ ഒക്കെ വാങ്ങിച്ച സമയത്തും അതുപോലെ ഡെർമാക്കോൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ച സമയത്ത്, കാരണം വിൻചേട്ടനൊക്കെ വെയിലത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കടി നിങ്ങൾക്ക് സൺസ്ക്രീൻ വാങ്ങിച്ചോടി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും എനിക്കത്ര ഇഷ്ടമില്ല, പക്ഷേ എങ്കിലും ഇങ്ങനെ ഓരോ വീഡിയോസും അങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, കാരണം നമുക്കൊരു 30+ ഒക്കെ ആയില്ല, ഇനിയൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. പക്ഷേ ഞാൻ മോസ്റ്റ്ലി എപ്പോഴും എന്താ പറയുക ആയുർവേദ പ്രൊഡക്ട്സൊക്കെ ആണ് ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എങ്കിലും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹം. പിന്നെ അതുപോലെ എനിക്ക് എന്താ അറിയില്ല, വണ്ണം കൂടിയപ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെയോ ഒരു കോൺഫിഡൻസ് കുറവ്. അപ്പം ആക്ച്വലി ഇതൊക്കെ ഇട്ടപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് പോലെ തോന്നുന്നുണ്ട്. എൻ്റെ ഫേസിൽ ആക്ച്വലി മാറ്റം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ആക്ച്വലി അടിപൊളിയായിട്ട് തോന്നി, കുറച്ചൊക്കെ ഒരു ഷൈനിങ് പോലെ എനിക്ക് തോന്നി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെ എപ്പോഴൊന്നും ഇടാറില്ല, എങ്കിൽ പോലും ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഓൺലി, പിന്നെ ഐബ്രോസ് എപ്പോഴും ജസ്റ്റ് ഒന്ന് ഇടാറുണ്ട്, അത്ര ചെയ്യാറില്ല. ബട്ട് ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം. പക്ഷേ എനിക്ക് ഇഷ്ടമായി NYP. ആൻഡ് ഇനി ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇത് വൈമോളിലെത്തി, ഞങ്ങൾ ബസ്സിനാണ് പോയത് കേട്ടോ. ബസ്സിന് ഒരു 10 രൂപ കൊടുത്താൽ മതി, ഈസി പീസി അല്ലേ. അങ്ങനെ നേരെ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ ജിംബുവിൻ്റെ ടീച്ചർ കല്യാണമാണ്, അപ്പോൾ ട്യൂഷൻ ടീച്ചർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വൈമോളിൽ ഒരു ചെറിയൊരു ബൊട്ടീക്ക് ഉണ്ട്, മെറ്റീരിയൽസൊക്കെ കിട്ടുന്നത്, ചുരിദാർ മെറ്റീരിയൽസൊക്കെ കിട്ടുന്നത്. അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഗൈസ് ഞാൻ സ്റ്റുഡിയോൻ്റെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു നേരത്തെ കണ്ട ഒരു ഫ്ലോറൽ ഒരു ഡ്രസ്സില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ അതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ ചുരിദാറിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ സംഭവം വാങ്ങിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ അങ്ങനെ അത് വാങ്ങിച്ചു, നേരെ പോകുന്നു. എന്താണെന്നറിയില്ല, വൈമോളിൽ നല്ല തിരക്കായിരുന്നു. സൺഡേയുടെ തിരക്കാണോ എന്നറിയില്ല. ബട്ട് അവിടെ എന്തോ ചോക്ലേറ്റ് ഫെസ്റ്റ് അങ്ങനത്തെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. എല്ലായിടത്തും ആ ഒരു സെൻറ്റർ പോർഷനില്ലേ, അവിടെ ഫുള്ള് ചോക്ലേറ്റിൻ്റെ എന്തൊക്കെയോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഫുള്ള് ചോക്ലേറ്റിൻ്റെ മയമായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ ജിംബു കുറേ നാളെ പറഞ്ഞു മൗസിയിലേക്ക് പോകണം, മൗസിയിൽ പോകണം, പെരുന്തമണ്ണ മൗസിയിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈമോളിൽ മൗസി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. ബട്ട് ഞാൻ ഒരു ഹെൽത്ത് വൈസ് സെറ്റാക്കാൻ നോക്കാമെന്ന് ഇരിക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഞാനൊരു ഫ്രൂട്ടിൻ്റെ, അതായത് ഡയറ്റ് ഫ്രൂട്ട് അവൽ മിൽക്ക് അങ്ങനെ എന്തായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് കുട്ടികളിൽ നിന്നൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് വാങ്ങിച്ചു. ഓ മൈ ഗോഡ് നല്ല ടേസ്റ്റാണ്. പക്ഷേ കണ്ണനും ഞാനും ഇതാ കഴിച്ചത് കേട്ടോ. അതുകൊണ്ടൊരു സമാധാനം ഫീൽ ചെയ്തു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കും നന്നായിട്ട്, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗിൽറ്റി ഫീൽ തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും എന്ത് ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ എന്ത് പരിപാടികൾ ചെയ്യുകയാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അയ്യോ ഇത്ര കാശ് പോയല്ലേ എന്ന് എനിക്ക് എപ്പോഴും എൻ്റെ മൈൻഡിൽ ഒരു ഗിൽറ്റി ഫീൽ തോന്നാറുണ്ട് കേട്ടോ. ബട്ട് ഗൈസ് ഞാൻ പറയാണ്, എനിക്കിന്ന് അങ്ങനെ ഒരു ഫീലും തോന്നിയില്ല. കാരണം ഞാൻ സെറ്റായിട്ട് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പൊട്ടറ്റോൻ്റെ ഒരു എന്തെങ്കിലും പറയുക, പൊട്ടറ്റോ ഫ്രൈസ് എന്നല്ല, പൊട്ടറ്റോ സ്ട്രിങ്സോ അങ്ങനെ എന്ത് പേര് പറയുമല്ലോ, അതിൽ ഇറ്റാലിയൻ ചീസായിരുന്നു ഇവർ ഫ്ലേവർ വാങ്ങിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുന്നേ വാങ്ങിച്ചിരുന്നത് എന്തൊരു വേറെ മസാലയായിരുന്നു, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായിരുന്നില്ല. ബട്ട് ദിസ് ഇസ് ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിലും നമ്മൾ ഈ ലേസിലേക്ക് ഒരു ഗ്രീൻ കളർ ലേസില്ലേ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു ഏകദേശം ഒരു ഫ്ലേവറായതെന്ന് തോന്നുന്നു. ഇറ്റാലിയൻ സീസണിങ് ആക്ച്വലി എൻ്റെ ഫേവറേറ്റിലൊന്നാണ്. അങ്ങനത്തെ വൈകുന്നേരം ഇപ്രാവശ്യം കണ്ണനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടില്ലായിരുന്നു. കാരണം ഞാൻ എപ്പോഴും കണ്ണനെ കൊണ്ടുപോകാറില്ല, കാരണം ആരും ഉണ്ടാവാറില്ലല്ലോ. ഞാൻ മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പം എൻ്റെ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് കണ്ണനെ കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി അവന് ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ്. കുറുക്ക് കൊടുത്തു, കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കൊടുത്തു. ചോറ് പപ്പായ തോരൻ ഉണ്ടായിരുന്നില്ലേ, അത് കൊടുത്തു, കഴിച്ചില്ല ഗൈസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അവൻ കഴിച്ചത് കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു ദോശ മുഴുവൻ കഴിച്ചു ആക്ച്വലി. പക്ഷെ അത് വേറെ ഉള്ളൊരു സമയം ഒന്നും വേറെ കഴിച്ചില്ലായിരുന്നു കേട്ടോ. കണ്ണൻ ഇനി കഴിഞ്ഞു. ഇനി അടുത്തത് ജിംബുവിനാണ്. ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നാടൻ ഫുഡ്. അങ്ങനെ നാടൻ ഫുഡ് ഇപ്പോൾ ജിംബു കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ചില സമയത്ത് ഇവർക്ക് മടിയാണ്. അപ്പോൾ വാരി കൊടുക്കുകയാണെങ്കിൽ പക്ഷെ അവരൊക്കെ കഴിക്കും. അപ്പോൾ അത് ജിംബുവിന് ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ പപ്പായ തോരനുണ്ടായിരുന്നു, അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷിവേച്ചിനെ കൂടെ ഉണ്ടാക്കിപ്പിച്ചതാണ്. എന്നിട്ട് അവൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ പെട്ടുപോയില്ലേ. പിന്നെ ഈ തോരനൊക്കെ ഉണ്ടല്ലോ, പപ്പായ അങ്ങനത്തെ തോരനൊക്കെ അടുത്ത ദിവസം ചൂടായി കഴിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഗ്രേറ്റ് ചെയ്താണ്. അപ്പം ഞാൻ അവൾക്ക് വാരി കൊടുത്തു. അപ്പോൾ അത് ഫുള്ള് കഴിച്ചു. അവൾ കഴിച്ചത് ജിംബു കഴിച്ചത്, അവളല്ല ജിംബു കഴിച്ചത് ചോറും പപ്പായ തോരനും സ്രാവല്ല കഴിച്ചത്, എന്നാലും മാന്തൾ വറുത്തതായിരുന്നു അവൾ ജിംബു കഴിച്ചത് കേട്ടോ. അപ്പൂ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്നത്, പക്ഷേ ദോശയുടെ മണം കേട്ടപ്പോൾ അപ്പൂന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ
അപ്പോൾ ദോശയും സാമ്പാറും കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ കേട്ടോ. ഇതാണ് കുഴപ്പം കേട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മിന് പോകുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും, പക്ഷേ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. എവിടെ പോകാനുള്ള എങ്ങനെ പോകാനുള്ള ഹെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മക്കൾ കഴിച്ച് ഇങ്ങനെ ബാക്കി നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ വയറ് ഫില്ലാവും. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. ഞാനങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞാലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കില്ല, ഇന്ന് കളയുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ. പിന്നെ അത് ഭയങ്കരമായിട്ട് ഓവറാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ദോശയുടെ ബാക്കി കഴിച്ചു. പിന്നെ അതേ കുറുക്കുണ്ടായിരുന്നു, പുല്ലുറുക്ക്, അപ്പോൾ അത് കഴിച്ചു. പിന്നെ പപ്പായ തോരൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അത്രയെന്ന് എൻ്റെ ഡിന്നറുള്ളായിരുന്നുള്ളൂ കേട്ടോ. അതായത് ചോറ് മാക്സിമം ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ഏറ്റവും നോക്കുന്നത്. പിന്നെ വെള്ളം നന്നായി കുടിക്കുക, അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക. അതാണ് ഞാനിപ്പം ഹെൽത്തി ഈറ്റിങ്ങിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ കുറച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൈവേദന വീട്ടിൽ പോയ സമയത്തൊന്നും ഇളകിയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഇങ്ങനെ വെള്ളത്തിലുള്ള പരിപാടികൾ ചെയ്തെങ്കിൽ ഒന്നുകൂടെ കൂടും കേട്ടോ. അപ്പം പാത്രം കഴുകൽ അമ്മയാണ് ചെയ്തത്, ബാക്കി ക്ലീനിങ് ഒക്കെ ഞാനാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇങ്ങനെ നെക്സ്റ്റ് പരിപാടി പല്ല് തേപ്പിക്കുകയാണ്. ജിംബുവിൻ്റെ പല്ല് തേപ്പിക്കുകയാണ്. കണ്ണൻ്റെ പല്ല് തേപ്പിച്ച് കഴിഞ്ഞ് ജിംബുവിൻ്റെയും കഴിഞ്ഞു. ഇനി അപ്പൂവിൻ്റെയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അപ്പം ബ്രഷ് ചെയ്തു കിട്ടുന്നു. പിന്നെ അതേ ഞാൻ വാഷ് ബേസിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഇനിയിപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നാമത് പീരീഡ്സ് ആയിട്ട് ഒരു സുഖമില്ല. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നമ്മളിങ്ങനെ മുഖം നല്ല ക്ലീൻ ആയിട്ട് കാണുമ്പോൾ നല്ലൊരു സുഖമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മിറർ ആക്ച്വലി താഴെ ആയതുകൊണ്ട് വെള്ളമൊക്കെ നന്നായി തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു സുഖം ഉണ്ടാവില്ലേ കണ്ടാൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.